നിലവിലെ നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം പഞ്ചായത്ത് തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള സമിതികളുടെ അനുമതിയോടുകൂടി മാത്രമേ സർക്കാരിന് പോലും വയൽ നികത്താനാവൂ. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വയലോ തണ്ണീർത്തടമോ നികത്താനാവില്ല. ഇത് മറികടക്കാനാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിന് ഭേദഗതി വരുത്താൻ UDF-ൽ ആലോചന നടക്കുന്നത്. ഇതിനായി മന്ത്രിസഭ നിയോഗിച്ച ഉപസമിതി നിയമം ഭേദഗതി ചെയ്യാൻ ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ആലോചിക്കാനാണ് UDF-ന്റെ ഉപസമിതി ഇന്ന് യോഗം ചേർന്നത്. പ്രധാനമായും 2 നിർദ്ദേശങ്ങളാണ് ഉപസമിതിക്ക് മുന്നിലുള്ളത്. പൊതു ആവശ്യത്തിനാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം വയൽ നികത്താം. സ്വകാര്യ വ്യക്തികൾക്കാണെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ഫണ്ടിൽ പണമടച്ച് അനുമതി തേടാം. എന്നാൽ നിയമത്തിൽ അപ്രായോഗികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നിലം നികത്തരുത് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി യോജിപ്പാണ്. തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിപ്പാണ്. പക്ഷേ അതിനകത്ത് പ്രായോഗികമായി ബുദ്ധിമുട്ട് സഹിക്കുന്നവരുണ്ട്. ഇപ്പം നിയമത്തിൽ തന്നെ എഴുതി വെക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലുള്ള പ്രായോഗികമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റും. അതേസമയം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ഉപസമിതിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനദണ്ഡം കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക പരമാവധി. അതുപോലെ അതിൻ്റെ ഭൂ ഉടമകളും അതാണ് കൃഷിക്കാർക്ക് ഉദ്ദേശിക്കുന്നത്. ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചാൽ ഫലത്തിൽ നെൽവയൽ തണ്ണീർത്തട നിയമം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കെ പൊതുജനങ്ങളുമായി ചർച്ച ചെയ്തു മാത്രമേ ഭേദഗതി വരുത്തുകയുള്ളൂ എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ഉറപ്പു നൽകി. ഈ മാസം 20-ന് ചേരുന്ന UDF യോഗം വിഷയം ചർച്ച ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.